I have no sense of it. I don't think Pushpa has done anything to me. അന്യഭാഷാ താരങ്ങളിൽ ദളപതി, വിജയ്, സൂര്യ എന്നിവർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൊപ്പം മലയാള സിനിമാ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സൂപ്പർ താരമാണ് അല്ലു അർജുൻ. അല്ലു അർജുന്റെ മോസ്റ്റ് അവൈറ്റിംഗ് ചിത്രമായ പുഷ്പ 2 തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, രാഷ്മിക മന്ദാന തുടങ്ങി വമ്പൻ താരനിര ഒരുമിക്കുന്ന ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ ചിത്രം പുഷ്പ 2. ചിത്രത്തിന്റെ റിവ്യൂയിലേക്ക് പോകും മുന്നേ ഒരു കാര്യം പറയട്ടെ. 2022 ശേഷം ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ മൂവീസ് ഒരുക്കുന്ന എല്ലാ ഫിലിം മേക്കേഴ്സും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു റെക്കോർഡുണ്ട്. KGF 2 എന്ന മെഗാ മാസ് ചിത്രത്തിന്റെ റെക്കോർഡ്. ഇന്ത്യൻ മാസ് മൂവികളുടെ പാപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന KGF 2 മുകളിലെത്താൻ അല്ലെങ്കിൽ അതുപോലെ ഒന്നെടുക്കാൻ ശ്രമിച്ച ചിത്രങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. KGF 1, KGF 2 അത് രണ്ടും കൾട്ട് മാസ് ചിത്രങ്ങളാണ്. ഒരുപക്ഷെ അതുപോലെ ഒരു പടമെടുക്കാൻ ഇനി പ്രശാന്ത് നീലിനോ യാഷിനോ കഴിയുമെന്ന് പോലും നമുക്കറിയില്ല. കാരണം അതുതന്നെയാണ് അവരുടെ കരിയറിലെ ഏറ്റവും വലിയ ചലഞ്ചും. KGF ആക്കാൻ നോക്കി PDF പോലും ആകാതെ പോയ ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് പുഷ്പ 2 ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ പടം തിയേറ്ററിൽ കണ്ടിറങ്ങിയപ്പോൾ സത്യത്തിൽ ഒന്നുറപ്പിച്ചു. കങ്കുവയ്ക്ക് ശേഷം ഇനി കുറച്ചുനാൾ പുഷ്പയായിരിക്കും എയറിലേക്ക് പോകാൻ പോകുന്നത്. പടം മോശമാണെന്നോ കൊള്ളില്ലെന്നോ ഒരു അഭിപ്രായമില്ല. പക്ഷെ ഈ ഓവർ ഹൈപ്പ് കൊടുത്ത് നശിപ്പിച്ച പരിപാടിയാണ് ഇവിടെയും പുഷ്പ 2 തിരിച്ചടിയായിരിക്കുന്നത്. കാരണം കുറേയേറെ വർഷങ്ങളായി പൊക്കി അങ്ങേയറ്റത്ത് കൊണ്ടുപോയിട്ട് അവസാനം ഒരു ഏറുപടക്കം പോലെ ആയിപ്പോയ ഫീലായിരുന്നു ചിത്രം കണ്ടിറങ്ങിയപ്പോ. മാത്രമല്ല തുടങ്ങിയതെവിടെ തീർത്തതെവിടെയെന്ന് സംവിധായകനും അഭിനയിച്ചവർക്ക് പോലും അറിയില്ല. ആ രീതിയിലാണ് ചിത്രത്തിന്റെ ചില രംഗങ്ങൾ വരെ പോകുന്നത്. പടം തുടങ്ങി അല്പം കഴിയുമ്പോൾ ഇടയ്ക്ക് അല്ലു അർജുൻ വെള്ളത്തിൽ പോകുന്നൊരു രംഗമുണ്ട്. അവിടെ എഴുന്നേറ്റ് വരാൻ 3-ാം ഭാഗം വരെ മിക്കവാറും കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയുള്ള അറ്റവും മുറിയും ഒന്നുമില്ലാത്ത കുറേയേറെ രംഗങ്ങൾ ചിത്രത്തിൽ കുത്തിക്കയറ്റി വെച്ചത് എന്തിനാണെന്ന് മാത്രം മനസ്സിലായില്ല. എന്നാൽ കുറേയേറെ ഗൂസ്ബംസ് നൽകുന്ന മൊമെന്റുകൾ ചിത്രത്തിൽ ഉണ്ട് താനും. അല്ലുവിന്റെ ഇൻട്രോയും ഫഹദ് ഫാസിലിന്റെ ഇൻട്രോയും ഒക്കെ രസകരമായിരുന്നു. ചില ആക്ഷൻ രംഗങ്ങളും അടിപൊളിയായിരുന്നു. പക്ഷേ ചില ആക്ഷൻ രംഗങ്ങൾ തുടങ്ങിയിട്ട് ഇതിനൊരു അവസാനമില്ലേ എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലാണ് മേക്കിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലെല്ലാം ഉപരി മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കൾട്ട് കൊലമാസ് വില്ലനായിരിക്കും എന്ന് വിചാരിച്ച ബൻവാർ സിംഗിനെ സംവിധായകൻ സുകുമാർ ഒരു കോമഡി പീസ് ആക്കി കളഞ്ഞു. അടുത്ത പറയേണ്ടുന്ന ഒരു കഥാപാത്രമാണ് രാഷ്മിക മന്ദാന അവതരിപ്പിച്ച കഥാപാത്രം. ചില രംഗങ്ങളിൽ അവരുടെ പെർഫോമൻസ് വളരെയേറെ നന്നായെന്ന് തോന്നി. പക്ഷേ ചില രംഗങ്ങളിൽ ശ്രീവല്ലി B ഗ്രേഡ് നടിമാർ തോക്കുന്ന അത്ര വൾഗറായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. പുഷ്പ 1-ാം ഭാഗത്തിൽ ലഭിച്ച ആ ഒരു ഇമ്പാക്ട് ഒരു രീതിയിലും 2-ാം ഭാഗത്തിന് ലഭിച്ചിട്ടില്ല. അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ ഇത്രയും വലിയ താരങ്ങൾക്ക് ഇത്രയും പവർഫുൾ ആയ കഥാപാത്രങ്ങൾ നൽകിയപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കഥയോ സിറ്റുവേഷൻസോ ഒരുക്കാൻ മാത്രം സംവിധായകൻ പലയിടങ്ങളിലും മറന്നു പോകുന്നുണ്ട്. റിവ്യൂവിന്റെ ആദ്യം പറഞ്ഞതുപോലെ സംവിധായകന് KGF തോൽപ്പിക്കണമല്ലോ. അതുകൊണ്ടായിരിക്കും ചിലയിടങ്ങളിൽ പുഷ്പയെ റോക്കി ബായ് ആക്കി മാറ്റാൻ പോലും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ആവറേജ് ഫീൽ നൽകിയ ഗാനങ്ങളും അട്ടർ ഫ്ലോപ്പായ CGയും ഫ്ലോപ്പായ ആർട്ട് വർക്കും ഒക്കെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും പുഷ്പ 2 കണ്ടിറങ്ങിയപ്പോൾ ആദ്യം തോന്നിയ സംശയം എനിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ തോന്നിയുള്ളൂ എന്നായിരുന്നു. പക്ഷേ ചുറ്റും നോക്കിയപ്പോ മനസ്സിലായി, തോന്നലല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും 500 കോടിക്കടുത്ത് പണം മുടക്കിയ ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ ചിത്രം തന്നെയാണ് പുഷ്പ 2. കാണാനുള്ള കുറേയേറെ കാര്യങ്ങൾ പുഷ്പ 2 അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ കണ്ടാസ്വദിക്കുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്ക് റിവ്യൂവിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽ.